പ്രിയ കൂട്ടുകാരെ, നമ്മുടെ വായന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. വിശ്വാസം വരാത്തതുപോലെ യൂദാസ് എന്നെ നോക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എല്ലാവരോടും തയ്യാറായിക്കൊള്ളാൻ പറയൂ, നമ്മൾ ഉടനെ പുറപ്പെടുകയാണ്. മകനെയും കൈകളിൽ താങ്ങി പിടിച്ചുകൊണ്ട് വിലപിക്കുന്ന വൃത്തിയായ സ്ത്രീയുടെ സമീപത്ത് കൂടി കടന്നു പോകവേ ശിരസുയർത്തി എന്നെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, അവൻ ഒരു നല്ല മകനായിരുന്നു. ഞാൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു, അതെ, അവനൊരു നല്ല ഹൃദയമുണ്ടായിരുന്നു. അവസാന നിമിഷം വരെ അവൻ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുകയും ചെയ്തു. അവൻ്റെ അവസാനത്തെ വാക്കുകൾ ദൈവത്തോടായിരുന്നു. താങ്കൾ അത് കേട്ടുവോ? ഓ, ദൈവം അത് കേൾക്കുകയും ഉത്തരമരുളുകയും ചെയ്തു. അവൾ നേർത്ത പുഞ്ചിരിയോടെ എന്നെ നോക്കി. ദൈവം കേട്ടു, ദൈവം കേട്ടു അല്ലേ? അടുത്ത നിമിഷം അവൾ സന്തോഷത്തോടെ ഉറക്കെ വിളിച്ചു, ദൈവം എൻ്റെ മകനെ കേട്ടു, അവനോട് ഉത്തരമരുളുകയും ചെയ്തു. കേൾക്കാൻ മനസ്സുള്ളവരൊക്കെ അവൾ ഇപ്രകാരം സന്തോഷത്തോടെ വിളിച്ചു പറയുന്നത് കേട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും നടന്നകന്നു. ശതദ്വീപനായ ആ മനുഷ്യനെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ വല്ലാത്ത ദുഃഖം അനുഭവപ്പെട്ടു. അയാൾ പിന്തുടർന്ന് പാപത്തിൻ്റെ മാർഗം കാട്ടിക്കൊടുത്തിട്ടും ആ മനുഷ്യന് മാറ്റമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ദുഃഖമായിരുന്നു എനിക്ക്. തിന്മയുടെ പാത പിന്തുടരുന്ന അനേകം ആളുകളുടെ അവസ്ഥ ഇത്രയോ അപകടകരവും സങ്കടകരവുമാണ്. ആദ്യമൊക്കെ അവർ തിന്മയെ നിരസിച്ചതിലേക്ക് തന്നെ പിശാച് അവരെ വീണ്ടും വലിച്ചിഴയ്ക്കുന്നു. അവർ ആയിത്തീർന്നിരിക്കുന്നതായ ആ അവസ്ഥയെക്കുറിച്ച് അവരെ അന്ധരാക്കുകയും ചെയ്യുന്നു. ബാല്യത്തിൽ നിന്ദനത്തിനിരയായി തീർന്നിട്ടുള്ള അനേകരെ ഞാൻ ആ ശതാധിപനിൽ ദർശിച്ചു. അവർ മുതിരുമ്പോൾ അവരെ വേദനിപ്പിച്ചതായ കാര്യങ്ങളിൽ നിന്ന് പിന്മാറി സ്നേഹത്തെ മുറുകെ പിടിക്കാതെ നിന്ദനത്തിന് പകരം നിന്ദനം തന്നെ മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നതായി കാണുന്നു. അവരുടെ അന്തരംഗത്തിലെ മുറിവുകളെ മറികടക്കാനാവുന്ന ദൈവസ്നേഹത്തെ ആശ്ലേഷിക്കുന്നതിന് പകരം പലരും മറ്റുള്ളവരെ തങ്ങൾ അനുഭവിച്ചതായ അതേ വേദനയിലൂടെ കടത്തിവിടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നു. പാപവും തിന്മയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറുകയാണ്. വേദനിക്കപ്പെട്ടവരിലൂടെ പാപവും തിന്മയും വളർന്ന് പെരുകുന്നു, വ്യാപിക്കുന്നു. ഇവർ വിദ്വേഷത്താലും പകയാലും പൂരിതരാകും. സ്നേഹത്തെ പുലുകിയാൽ മാത്രമേ തിന്മയെ തടയാനാവുകയുള്ളൂ. അപ്പോൾ കഷ്ടത സ്നേഹമുള്ളൊരു ആനന്ദമായി പരിണമിക്കും. തെറ്റാണെന്ന ബോധ്യമുള്ള കാര്യങ്ങൾ എത്ര അന്ധമായിട്ടാണ് മനുഷ്യകുലം പ്രചരിപ്പിക്കുന്നത്. വേദനിക്കുമെന്നറിഞ്ഞിട്ടും പൈശാചികമെന്നറിഞ്ഞിട്ടും തിരസ്കരിക്കപ്പെടേണ്ടതെന്നറിഞ്ഞിട്ടും അവയെല്ലാം മനുഷ്യർ പ്രചരിപ്പിക്കുന്നു. ഇത് ഹൃദയാന്തകാരമാണ്. ഹൃദയത്തെ നിസ്സംഗത ആഴ്ത്തുന്ന മരവിപ്പാണ്. സ്നേഹിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ട ഹൃദയം കല്ലായി മാറുന്നു. നന്മ ദർശിക്കുവാനാവാത്ത വിധം അന്ധമായിത്തീരുന്നു. അവർ സ്നേഹത്തെ അറിയുന്നില്ല, ദൈവത്തെയും. ഈ അന്ധത എടുത്തു മാറ്റപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് എങ്ങനെയാണ് താൻ ഇത്രയധികം പാപം ഹൃദയത്തിൽ സ്വീകരിച്ചതെന്ന് പലരും വിസ്മരിക്കും. ഏതു വിധത്തിലാണ് അവർ തിന്മയെ പുലുകിയതെന്നും ദൈവത്തെ എന്തുമാത്രമാണ് വേദനിപ്പിച്ചതെന്നും അവർ അതിശയത്തോടെ തിരിച്ചറിയും. പാതയോരത്ത് നിന്ന് കുറച്ചകലെയുള്ള ഒരു മരച്ചുവട്ടിൽ ഞങ്ങൾ സ്വസ്ഥമായി ഇരിപ്പുറപ്പിക്കുമ്പോൾ രാത്രി വൈകി. യൂദാസ് കറിയോത്ത എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, ആ ഗ്രാമത്തിലായിരുന്നെങ്കിൽ സൗകര്യപ്രദമായിരുന്നേനെ. അതെ, സൗകര്യമായിരുന്നേനെ. എന്നാൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതിന് അവർക്ക് മറ്റാരുടെയും സാന്നിധ്യമില്ലാതെ കുറച്ച് സമയം തനിയെ വേണം. ചിലപ്പോഴൊക്കെ ആളുകൾക്ക് അവരോടൊപ്പം വേദന അനുഭവിക്കുന്നവരുമായി ദുഃഖം പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് അവർ ഒരുമയോടെ ദൈവത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് ഉള്ളിലുള്ള വേദന മറികടക്കും. ഞാൻ മെല്ലെ പറഞ്ഞു, പക്ഷേ കർത്താവേ, അങ്ങ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് കൂടുതൽ എളുപ്പമായിരുന്നേനെ. സത്യമായും ഹൃദയത്തിൽ വിസ്മയിച്ചുകൊണ്ടാണ് യൂദാസ് പ്രതികരിച്ചത്. അവരുടെ ആവശ്യ സമയത്ത് ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല, എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ഇപ്പോൾ പരീക്ഷണങ്ങൾ അവസാനിക്കുകയും അവർ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നേരിടുന്നതിനായി അവരുടെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ശക്തി അവർ കണ്ടെത്തണം. ഇപ്രകാരമാണ് ദൈവസ്നേഹത്തിൽ വളരുവാൻ സാധിക്കുന്നത്. എന്നാൽ അവർ അത് കാക്ഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ദൈവത്തിൻ്റെ സഹായ ഹസ്തത്തെ പിന്തുടരുകയും വേണം. എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവേ, എപ്പോഴാണ് അങ്ങേ വിളിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങ് കൂടുതൽ സമയം അവിടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കാതിരുന്നതിന്? എന്തിനാണ് താങ്കൾ ഗ്രാമം വിട്ടു പോകുന്നതെന്ന് അപ്പോഴും വിസ്മയിച്ചുകൊണ്ട് യൂദാസ് ചോദിച്ചു. യൂദാസെ, കുരിശിൽ കിടന്ന ആ ചെറുപ്പക്കാരൻ എന്നെ സഹായത്തിനായി വിളിച്ചു. ഞാനത് കേട്ടില്ല. അവൻ ദൈവത്തോട് അവൻ്റെ അമ്മയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അന്താളിപ്പോടെയാണ് യൂദാസ് പറഞ്ഞത്. അതെ, ഞാനത് ചെയ്തു. ഞാൻ അവനോട് പറഞ്ഞു. ഗ്രാമവാസികൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖത്തോടെ വിളിച്ചു. ഞാൻ കേൾക്കുകയും അവരോട് ഉത്തരമരുളുകയും ചെയ്തു. യൂദാസിന് ഒരു പിടിയും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തുടർന്നു. പിതാവിനാൽ നയിക്കപ്പെടുന്നവരിനായിക്കൊണ്ട് ആളുകൾ അവരവരുടെ മാർഗങ്ങളിലൂടെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് ഇട നൽകുന്നതിന് വേണ്ടിയാണ് നാം അവിടെ തങ്ങാതെ പോകുന്നത്. വേദന ലഘൂകരിക്കേണ്ടതിനും ജീവിതം പുനരാരംഭിക്കേണ്ടതിനുമായി അവർ സ്വയം പരിചിന്തനം ചെയ്തുകൊണ്ടും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും മുന്നേറുന്നതാണ്. പരസ്പര സ്നേഹത്തിലും ബന്ധങ്ങളിലും ആഴപ്പെട്ടുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുകയും അനുദിന ജീവിതത്തിൽ ദൈവകരം തങ്ങളെ എങ്ങനെ താങ്ങുന്നുവെന്നും ആവശ്യങ്ങളിൽ ദൈവം സഹായിക്കുന്നുവെന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ വളർന്ന് അവർ ശക്തരാവുകയും ചെയ്യുന്നു. നമ്മൾ അവിടെ താമസിച്ചിരുന്നുവെങ്കിൽ വീണ്ടും കൂടുതൽ ദിവസങ്ങൾ അവരോടുകൂടി ആയിരിക്കണമെന്ന് അവർ നമ്മോട് ആവശ്യപ്പെടുകയും അങ്ങനെ നമ്മിൽ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് അവർ എല്ലാ കഷ്ടതകളെയും അതിജീവിക്കാൻ ദൈവം തങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി കണ്ടെത്താതെ വരികയും ചെയ്യുമായിരുന്നു. കർത്താവ്, യൂദാസ് വിരസമായ സ്വരത്തിലാണത് പറഞ്ഞത്. മനസ്സിലാക്കാനുള്ള ശ്രമം അവൻ ഉപേക്ഷിച്ചു.
ഇത്തരക്കാർ അനേകരുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, മറ്റു ചിലരുണ്ട്, ദൈവം തങ്ങൾക്കെല്ലാം ചെയ്തു തരണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് അവരായിട്ടൊന്നും ചെയ്യുകയില്ല. എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുന്നതിന് ആവശ്യമായതൊക്കെയും ദൈവം ദാനമായി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുന്നതിന് പകരം മറ്റനേകം ആളുകൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാതിരുന്നത്? അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് ദൈവത്തിന് തടയാമായിരുന്നില്ലേ? അവരുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ച് ബോധമുള്ളവരായിക്കൊണ്ട് അത് ഉപയോഗിക്കുകയേ വേണ്ടൂ. അവർ ദൈവത്തിൽ വളരുകയും ഏതൊരു പ്രതിബന്ധത്തെയും തരണം ചെയ്യുകയും ചെയ്യും. ഞാൻ ഉണർന്നപ്പോൾ അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെയാണ് കണ്ടത്. പലരിലും ഉറക്കത്തിൽ കണ്ടെത്താറുള്ള ശിശുസഹജമായ നിഷ്കളങ്കത ആ മുഖങ്ങളിൽ ഞാൻ കണ്ടു. ഉറക്കത്തിൽ മനസ്സ് യഥാർത്ഥ വികാരങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, അവയെ പ്രകടമാക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ആളുകളുടെ യഥാർത്ഥമായ വികാരങ്ങളും ആഗ്രഹങ്ങളും അവനവൻ്റെ യഥാർത്ഥ രൂപം തന്നെയും ഉറങ്ങുമ്പോൾ സ്വപ്നത്തിലൂടെ പുറത്തേക്ക് വരുവാൻ അനുവദിക്കുന്നു. ജീവിതത്തിലുണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളെക്കുറിച്ചും ഭാവിയിൽ അവർ കാക്ഷിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പിന്നെ ഇതൊക്കെയും സ്വന്തം ബലഹീനതയാലോ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടോ നഷ്ടമായേക്കോ എന്ന ഭയാശങ്കയെക്കുറിച്ചും ഒക്കെയുള്ള സ്വന്തം ബലഹീനതയാലോ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടോ നഷ്ടമായേക്കുമോ എന്ന ഭയാശങ്കയെക്കുറിച്ചും ഒക്കെയുള്ള സ്വപ്നങ്ങളോട് മനുഷ്യ സ്നേഹത്തെ യഥാർത്ഥ ഭാവം പൊന്തി വരുന്നു. സ്വപ്നങ്ങൾ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. കിടന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പൊന്നിൽ സമ്മതിക്കല്ലോ. പിശാചിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടോ നഷ്ടമായേക്കുമോ എന്ന ഭയശങ്കയെക്കുറിച്ചോ ഒക്കെയുള്ള സ്വപ്നങ്ങളിലൂടെ മനുഷ്യ സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പൊന്തി വരുന്നു. സ്വപ്നങ്ങൾ ജീവിതത്തിൻ്റെ ഒരു എൻ്റെ പൊന്നു ഞാൻ ഉണർന്നപ്പോൾ അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരെയാണ് കണ്ടത്. പലരിലും ഉറക്കത്തിൽ കണ്ടെത്താറുള്ള ശിശു സഹജമായ നിഷ്കളങ്കതാമുഖങ്ങളിലും ഞാൻ കണ്ടു. ഉറക്കത്തിൽ മനസ്സ് യഥാർത്ഥ വികാരങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, അവയെ പ്രകടമാക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ആളുകളുടെ യഥാർത്ഥമായ വികാരങ്ങളും ആഗ്രഹങ്ങളും അവനവൻ്റെ യഥാർത്ഥ രൂപം തന്നെയും ഉറങ്ങുമ്പോൾ സ്വപ്നത്തിലൂടെ പുറത്തേക്ക് വരുവാൻ അനുവദിക്കപ്പെടുന്നു. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളെക്കുറിച്ചും ഭാവിയിൽ അവർ കാക്ഷിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പിന്നെ ഇതൊക്കെയും സ്വന്തം ബലഹീനതയാലോ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടോ നഷ്ടമായേക്കുമോ എന്ന ഭയാശങ്കയെക്കുറിച്ചും ഒക്കെയുള്ള സ്വപ്നങ്ങളിലൂടെ മനുഷ്യ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഭാവം പൊന്തി വരുന്നു. സ്വപ്നങ്ങൾ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. കിടന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാനും അത് നിറവേറ്റുവാനുമുള്ള ശക്തി കിട്ടാനും ഞാൻ പ്രാർത്ഥിച്ചു. അനുഗാമികൾക്ക് വരുംകാലങ്ങളിൽ ആവശ്യമുള്ള ശക്തിക്കായും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തിനുള്ളിൽ സ്നേഹിതർ മൂരി നിവർന്നുകൊണ്ടും കോട്ടുവായിട്ടുകൊണ്ടും ഉണരുവാൻ തുടങ്ങി. ബർത്തലോമിയോ പറഞ്ഞു തുടങ്ങി, എന്ത് നല്ല ഉറക്കമായിരുന്നു! ഏറ്റവും നല്ല സ്വപ്നവും ഞാൻ കണ്ടു. ഞാനൊരു ദേവാലയത്തിലായിരുന്നു. നിങ്ങളെല്ലാവരും പിന്നെ എൻ്റെ കുടുംബവും കൂട്ടുകാരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. യേശു പുഞ്ചിരിയോടെ കൈവിരിച്ച് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഹൃദയം കണ്ടു. അതിനുള്ളിൽ നിന്ന് ഒരിളം ചൂട് പുറപ്പെടുകയും അത് അവിടെയുള്ള എല്ലാവരെയും സ്പർശിക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും ആനന്ദപൂരിതരായി പരസ്പരം ആലിംഗനം ചെയ്യുവാൻ തുടങ്ങി. പിന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ കുടുംബത്തോടും കൂട്ടുകാരോടുമൊപ്പം കണ്ടു. പിന്നെ അവരുടെ കുടുംബങ്ങളും കൂട്ടുകാരുമായി കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായി. അവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ഓരോരുത്തരും ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന തീക്ഷ്ണതയാൽ സ്പർശിക്കപ്പെട്ടു. ക്രമേണ അവിടം ഒരുപാട് ആളുകളെ കൊണ്ട് നിറയപ്പെടുകയായി. എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്യുന്നു. പിന്നെ സ്വർണ്ണകിരണങ്ങളാൽ ഇപ്പോൾ ചുറ്റപ്പെട്ടതായി കാണപ്പെട്ട യേശുവിൻ്റെ മുൻപാകെ എല്ലാവരും മുട്ടുകുത്തി. അപ്പോൾ ഒരു വലിയ സ്വരം ഇങ്ങനെ പറയുന്നത് കേട്ടു, എൻ്റെ പുത്രനെ കാണുക. അത് ദൈവമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു വശം തുറക്കുകയും അവിടെ നിന്ന് ഭംഗിയുള്ള വെളുത്ത പ്രാവ് പറന്നു വരികയും ചെയ്തു. അത് വർദ്ധിക്കുകയും ഓരോരുത്തരുടെയും മുകളിലൂടെ വൃത്താകൃതിയിൽ പറക്കുകയും ചെയ്തു. യേശു മുമ്പോട്ടാഞ്ഞ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന തൻ്റെ അമ്മയുടെ കരം ഗ്രഹിച്ചു. അവർ മുമ്പോട്ട് വന്നപ്പോൾ വസ്ത്രങ്ങൾ സ്വർണ്ണവർണ്ണമാവുകയും ശിരസിൽ ഒരു കിരീടം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അമ്മയായ മറിയം നിലത്ത് മുട്ടുകുത്തിക്കൊണ്ട് കുനിഞ്ഞ് യേശുവിൻ്റെ പാദങ്ങൾ ചുംബിച്ചു. എന്നിട്ട് അവർ തിരിഞ്ഞ് നാം ഓരോരുത്തരെയും കരം പിടിച്ച് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരികയും നാം ഓരോരുത്തരായി അവിടുത്തെ പാദം ചുംബിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്വപ്നം അവസാനിച്ചു. എന്നാൽ എനിക്കത് അവസാനിക്കരുത് എന്നായിരുന്നു ആഗ്രഹം. ആ സ്വപ്നം എപ്പോഴും തുടർന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നോ? യൂദാസ് ചോദിച്ചു. അതായിരുന്നു വളരെ വിചിത്രമായ ഒരു കാര്യം. നമ്മളിൽ നീ മാത്രമാണ് അവിടെ ഇല്ലാതിരുന്നത്. മത്തായി പറഞ്ഞു. ഒരുപക്ഷെ ആളുകളൊക്കെ കൂടിയപ്പോൾ യൂദാസ് പണം പിരിക്കുകയായിരുന്നിരിക്കാം. അത് യൂദാസിനെ വളരെയധികം വേദനിപ്പിച്ചു. മത്തായി, ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നന്നല്ല.
എപ്പോഴും സ്നേഹത്തോടെയും ധാരണയോടും കൂടെ സംസാരിക്കുവിൻ. ഇല്ലെങ്കിൽ നീ നിന്നെ തന്നെ ശരിയായ പാതയിൽ നിന്ന് അകറ്റിക്കളയും. മത്തായി താൻ പറഞ്ഞതിനെക്കുറിച്ച് ലജ്ജിച്ച് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി യൂദാസേ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എന്നോട് ക്ഷമിക്കൂ. തൻ്റെ വാക്കുകളുടെ പിഴ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. യൂദാസ് മറുപടി പറഞ്ഞു, എനിക്ക് പണത്തോട് മാത്രമല്ല താല്പര്യം, ഈശോയെ എനിക്കിഷ്ടമാണെന്ന് നിങ്ങൾക്കറിയുമോ? പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ എല്ലാവരും ആ ദിവസത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഞാൻ യൂദാസിൻ്റെ വാക്കുകൾ ഓർത്തു. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ മറ്റു പലരെയും പോലെ അവന് തന്നോട് തന്നെയുള്ള സ്നേഹമായിരുന്നു കൂടുതൽ. യൂദാസിനെ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് ദുഃഖം തോന്നി. അതുകൊണ്ട് ഞാൻ അവൻ്റെ അരികിൽ പോയി എൻ്റെ കരങ്ങളാൽ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, യൂദാസേ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ എപ്പോഴും ഓർമ്മിക്കണം. ഏത് തെറ്റും ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ ഓർക്കേണ്ടതാണ്. നീ എന്നോട് ചോദിച്ചാൽ മാത്രം മതി. ഉവ്വ് കർത്താവേ, ഹൃദയം തുറന്ന് കരഞ്ഞുകൊണ്ട് യൂദാസ് പറഞ്ഞു. പക്ഷേ എന്തിനാണ് താൻ കരയുന്നതെന്ന് അവന് മനസ്സിലായില്ല. കുറച്ചുനേരം ഞങ്ങൾ ആലിംഗനം ചെയ്ത് നിന്നു. അപ്പോൾ എൻ്റെ ശിഷ്യന്മാർ വന്ന് അവരുടെ കരങ്ങളും ചേർത്തുകൊണ്ട് ഞങ്ങളെ ചുറ്റിപ്പിടിച്ചു. യൂദാസ് വീണ്ടും വീണ്ടും വിതുമ്പി. കർത്താവേ, അവൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങയെ വേദനിപ്പിച്ചുവെന്ന്, ഒറ്റുകൊടുത്തുവെന്ന്, ഞാൻ അങ്ങയ്ക്കെതിരായി വർത്തിച്ചുവെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്ന് എങ്ങനെ തോന്നുന്നതെന്ന്. അവൻ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. എന്നോട് ക്ഷമിക്കൂ എന്നവൻ പറയുവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷെ അവനത് പറഞ്ഞില്ല. എത്രയോ ദുഃഖകരം. അല്പസമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം തയ്യാറായി. പിന്നെ മൗനമായിട്ടിരുന്നുകൊണ്ട് അത് കഴിക്കുവാൻ ആരംഭിച്ചു. കരച്ചിൽ അവസാനിപ്പിച്ച യൂദാസിനെ മറ്റ് ശിഷ്യന്മാർ ഇടയ്ക്കൊക്കെ ചെരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ യൂദാസിനോടുള്ള അനുകമ്പ ഞാൻ കണ്ടു. യഥാർത്ഥ സ്നേഹത്തിൽ നിന്നുളവായ അനുകമ്പയായിരുന്നു അത്. യൂദാസ് സാധാരണ പോലെ തന്നെ സ്വന്തം വായ നിറച്ചുകൊണ്ട് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ നോക്കരുത്, ഞാനൊന്ന് കരഞ്ഞു എന്ന് മാത്രം. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഏതായാലും ഇനി അങ്ങനെ ഉണ്ടാവുകയുമില്ല. കഷ്ടം, അവന് തൻ്റെ കൂട്ടുകാരുടെ ഹൃദയത്തിലെ സ്നേഹം ദർശിക്കുവാനായില്ല. അവൻ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നോക്കുകയാണെന്നാണ് അവൻ കരുതിയത്. സ്നേഹം ദർശിക്കുവാനാവാത്ത വിധം അന്ധനായിത്തീർന്ന അവൻ എല്ലാറ്റിലും ദർശിക്കുന്നു. നമ്മുടെ ഇന്നത്തെ